ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ളവരുടെ വിശ്വാസവും ബഹുമാനവും നേടിയെടുക്കാനും നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനുമുള്ള ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? അതിനായി നമ്മൾ പല വഴികളും സൂത്രങ്ങളും തിരയാറുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ ഒരു തത്വം ഒരൊറ്റ വാക്യത്തിൽ നമ്മെ കാണിച്ചു തരികയാണ് കർത്താവ് ഇവിടെ. വിശുദ്ധ മത്തായി 7:12. മനുഷ്യർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഈ വചനം ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ജീവിത തത്വമാണ്. യേശുവിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണിത്. അന്ന് പൊതുവെ ആളുകൾ പറഞ്ഞിരുന്നു, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളും അവരോട് ചെയ്യരുത് എന്നാണ്. യേശു ദൈവരാജ്യത്തിൻ്റെ ജീവിത ശൈലി ഇവിടെ വിശദീകരിക്കുകയാണ്. സ്നേഹം, ക്ഷമ, വിനയം, പ്രാർത്ഥന, നീതിയുള്ള ജീവിതം, മറ്റുള്ളവരോടുള്ള ശരിയായ പെരുമാറ്റം, ഇവയെക്കുറിച്ചാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്നതിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ചും കർത്താവ് പഠിപ്പിച്ച ശേഷമാണ് ഈ മഹത്തായ തത്വം ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അവൻ പറയുന്നു, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെയാകുന്നു. അത് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ഉപദേശങ്ങളുടെ ഒരു വലിയ സാരാംശം സ്നേഹത്തിലും നീതിയിലും മറ്റുള്ളവരോട് നാം പെരുമാറുന്നതിലാണ് എന്നതാണ്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ നാം അവർക്ക് നൽകണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് നന്നായി പെരുമാറിയിരുന്നെങ്കിൽ ഞാൻ അവരോട് നന്നായി പെരുമാറുമായിരുന്നു. എന്നാൽ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് വിപരീതമാണ്. അവൻ പറയുന്നു, ആദ്യം നിങ്ങൾ നന്മ ചെയ്യുക. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്വഭാവം മാറാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റം മറ്റുള്ള പ്രവർത്തികളാൽ നിയന്ത്രിക്കപ്പെടാതെ കർത്താവിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടണം. ബഹുമാനം ലഭിക്കണമെങ്കിൽ ബഹുമാനം നാം നൽകണം. ഓരോ മനുഷ്യനും ബഹുമാനം ആഗ്രഹിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ ബഹുമാനിക്കാതെ നമുക്ക് ബഹുമാനം പ്രതീക്ഷിക്കാനാവില്ല. വീട്ടിൽ, ജോലിസ്ഥലത്തിൽ, സമൂഹത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം മറ്റുള്ളവരുടെ മാന്യതയും വികാരങ്ങളും വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരു ചെറിയ ബഹുമാനപൂർവമായ വാക്കുപോലും ഒരാളുടെ ദിവസത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. നമുക്ക് ലഭിക്കേണ്ട സ്നേഹം നാം മറ്റുള്ളവർക്ക് നൽകുക. ലോകത്തെ സ്നേഹത്തിന് വലിയ ക്ഷമമുണ്ട്. പലരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ വേദനയുമായാണ് ഇവിടെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടത് ചിലപ്പോൾ വലിയ സഹായമൊന്നുമല്ല, ഒരു നല്ല വാക്ക്, ഒരു നല്ല ഫോൺ കോൾ, ഒരു പ്രോത്സാഹനം. എടാ, എടി, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന ആ ഒരു വാക്ക് നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്തരം സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. ക്ഷമയും ഈ വചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ നമുക്കും ക്ഷമിക്കാൻ പഠിക്കണം, ക്ഷമിക്കണം. ക്ഷമ എന്നത് തെറ്റിനെ ശരിയെന്ന് അംഗീകരിക്കുന്നതല്ല, നമ്മുടെ ഹൃദയത്തെ വെറുപ്പിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ക്ഷമ. യേശു നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ഈ ജീവിത തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമെങ്കിൽ ലോകം തന്നെ മാറും. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു കുടുംബത്തിലെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടത് ആദ്യം നൽകാൻ തുടങ്ങിയാൽ എന്തായി ലോകത്ത് സംഭവിക്കുക? ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഒരു സമൂഹം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ബന്ധങ്ങൾ മാറും, കുടുംബങ്ങൾ മാറും, സമൂഹം മാറും. പക്ഷേ മാറ്റം തുടങ്ങേണ്ടത് മറ്റുള്ളവരിൽ നിന്നല്ല, നമ്മിൽ നിന്നാണ്. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരും. നമ്മൾ ഈ തത്വം പാലിക്കുകയാണെങ്കിൽ എല്ലാവരുടെ ഹൃദയത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാവും. എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. പിശാച് എന്നേക്കുമായിട്ട് തോറ്റോടും. പക്ഷെ അത് ജീവിതത്തിൽ നടപ്പാക്കുന്ന വലിയൊരു ആത്മീയ വെല്ലുവിളിയാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഉത്തരമാണ് നാം ആദ്യം മറ്റുള്ളവർക്ക് നൽകേണ്ടത്. സ്നേഹം വേണമോ? സ്നേഹിക്കുക. ബഹുമാനം വേണമോ? മറ്റുള്ളവരെ ബഹുമാനിക്കുക. ക്ഷമ വേണമോ? മറ്റുള്ളവരോട് ക്ഷമിക്കുക. സഹായം വേണമോ? മറ്റുള്ളവരെ സഹായിക്കുക. നമുക്ക് ലോകം മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരുത്താം. എത്ര പേർ നമ്മെ സേവിക്കുന്നു എന്നതിലല്ല, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് നമ്മുടെ വലുപ്പം.
ഇന്ന് തന്നെ ഒരു ഫോൺ കോൾ, നമ്മുടെ അപ്പനോട് നമ്മൾ ക്ഷമിക്കുക, നമ്മുടെ അമ്മയോട് ക്ഷമിക്കുക, നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുക. അവർ വിളിക്കട്ടെ എന്ന് പറയാതെ നമ്മൾ അവർക്ക് ഒന്ന് വിളിക്കുക, ഒന്ന് ചേർത്ത് നിർത്തുക. അവർ ചേർത്ത് നിർത്തുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചേർത്ത് നിർത്താം. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും മഹത്തരമായ ഒരു വചനമാണിത്. നമുക്കും നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്നേഹത്തിലൂടെയും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാം. കർത്താവ് നമ്മെ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹായിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറാനും എന്നേക്കും അനുഗ്രഹിക്കട്ടെ. ആമേൻ.